മുംബൈയിൽ ഇത്രയേറെ മലയാളികളെ ഒരുമിച്ച് കാണാൻ കഴിഞ്ഞ സന്തോഷം പങ്കുവച്ചാണ് ചലച്ചിത്ര നടി ഷീല പ്രസംഗം തുടങ്ങിയത്. എൻ്റെ സ്വന്തം കുടുംബത്തിൽ ഉള്ള ആരൊക്കെയോ അവിടെ ഉണ്ടെന്ന് എനിക്കൊരു തോന്നലുണ്ട്. സദസ്സിലിരുന്ന അച്ഛന്മാരെ കണ്ടപ്പോൾ ആദ്യകാല സിനിമാനുഭവമാണ് ഓർമ്മ വന്നതെന്നും ഷീല പറഞ്ഞു. അച്ഛന്മാരെ കാണുമ്പോൾ എനിക്കും മനസ്സിൽ തോന്നുന്നത് എന്താ വെച്ചാൽ, തെറ്റിദ്ധരിക്കരുത്, അന്നൊക്കെ സിനിമ കാണുന്നത് പോലും ഭയങ്കരമായ ഒരു ഭാവമാണ്. എൻ്റെ അച്ഛന് ഭയങ്കര എതിർപ്പായിരുന്നു സിനിമ എന്നുള്ള കാര്യം. സിനിമ കാണുന്നത് പാപമായി കരുതിയിരുന്ന ഒരു കാലത്ത് അനുഭവം പങ്കുവെക്കുകയായിരുന്നു ചലച്ചിത്ര നടി. എൻ്റെ ഫാദർ എവിടെയോ പോയിരുന്ന സമയത്ത് ഞാനും എൻ്റെ അമ്മയും കുറച്ച് എൻ്റെ സഹോദരിമാരും എല്ലാവരും കൂടി ആ കാലത്ത് റിലീസായ കണ്ടം വെച്ച കോട്ട് എന്നൊരു പടം കാണാൻ പോയിരുന്നു. തിരിച്ചു വന്നപ്പോൾ വീട്ടിൽ അച്ഛനുണ്ടായിരുന്നു. ഭയങ്കര ദേഷ്യം, ഞങ്ങളെല്ലാം ഭയങ്കരമായിട്ട് വഴക്ക് പറഞ്ഞ് അടിച്ച് ഇത്രയും വലിയ പാവം ചെയ്തിരിക്കുന്നു, ഉടനെ പോയി കുമ്പസരിക്കണമെന്ന് പറഞ്ഞ് ഞങ്ങളെല്ലാം പള്ളിയിലേക്ക് അയച്ചു. സിനിമ കണ്ടതിന്റെ പേരിൽ പള്ളിയിൽ പോയി കുമ്പസരിക്കേണ്ടി വന്ന കഥയാണ് ഷീല ഓർത്തെടുത്തത്. അവിടെ ഒരു ഫാദർ, ആഹാ ഇത്ര വലിയ പാവമാണ് ചെയ്തിരിക്കുന്നത്, എന്നാൽ മുഴുവനായിട്ടൊരു കൊന്ന എത്തിക്കണം എന്ന് പറഞ്ഞു. കാലമെല്ലാം മാറിയെന്നും ഇന്ന് അച്ഛന്മാർ പോലും സിനിമയിൽ അഭിനയിക്കുന്നുണ്ടെന്നും നിറഞ്ഞ കയ്യടികൾക്കിടയിൽ ഷീല പറഞ്ഞു. ഇന്നത്തെ കാലം മാറി, എല്ലാം മാറി, എല്ലാ കാര്യങ്ങളും മാറിയല്ലോ. അതിൽ ഫാദർമാരും മാറി, ഫാദർമാരും അഭിനയിക്കുന്നുണ്ടോ. ചടങ്ങിൽ ചലച്ചിത്ര മേഖലയിലെ സമഗ്ര സംഭാവനയ്ക്ക് ആജീവനാന്ത പുരസ്കാരം നൽകി ഷീലയെ ആദരിച്ചു. പുതുപ്പള്ളി MLA ചാണ്ടി ഉമ്മൻ മുഖ്യാതിഥിയായിരുന്നു. വിശ്വാസമുള്ള പ്രവൃത്തി, ആ വിശ്വാസത്തിന്റെ പ്രവൃത്തിയിൽ വരുമ്പോഴാണ് ഒരുമ വരുന്നത്, ഐക്യം വരുന്നത്, സ്നേഹം വരുന്നത്. പരസ്പരമുള്ള പ്രശ്നങ്ങൾ നമുക്ക് മറക്കുവാനും ഒന്നിച്ചു കൂടുവാനും സാധിക്കുന്നത് അങ്ങനെ നമ്മൾ ഒന്നിച്ചു വരുമ്പോഴാണ്. അങ്ങനെ ഒന്നിച്ചു വരുന്ന, കഴിഞ്ഞ 67 വർഷമായി ഒന്നിച്ചു വരുന്ന KCC ഈ അവസരത്തിൽ ഹാർദവമായി അഭിനന്ദിക്കുവാൻ ഞാൻ സമയമെടുക്കും. കേരളത്തിന്റെ വളർച്ചയ്ക്ക് മുംബൈ മലയാളികൾ ഉൾപ്പെടുന്ന പ്രവാസികളുടെ പങ്ക് ശ്ലാഘനീയമാണെന്ന് ചാണ്ടി ഉമ്മൻ പറഞ്ഞു. പ്രവാസികൾ നിങ്ങൾ ഓരോരുത്തരും ദുബായിൽ ഉൾപ്പെടെ വിദേശത്തിൽ ഉൾപ്പെടെ പോയിരിക്കുന്ന പ്രവാസികൾ, ആ പ്രവാസികൾ കൊടുത്ത വിലയാണ് കേരളത്തിന്റെ വളർച്ച. കന്യാകുമാരി മുതൽ കാശ്മീർ വരെ നടന്നുപോയ അനുഭവമുണ്ടെന്നും ഇന്ത്യയിലെ പല ഗ്രാമീണ മേഖലകളിലും വികസനം തൊട്ടു തീണ്ടിയിട്ടില്ലെന്നും ചാണ്ടി ഉമ്മൻ ചൂണ്ടിക്കാട്ടി. മഹാരാഷ്ട്ര വഴിയും അങ്ങ് കന്യാകുമാരി മുതൽ കശ്മീർ വരെ നടന്നുപോയ ആളാണ്. എന്താണ് നമ്മുടെ റൂറൽ ഏരിയാസിലെ അവസ്ഥ? ജ്യൂസ് കിട്ടാൻ കടമുണ്ടോ? വെള്ളം കിട്ടാൻ കടമുണ്ട്. ഞാൻ പലപ്പോഴും എനിക്കൊന്ന് ജ്യൂസ് കുടിക്കണമെന്ന് ആഗ്രഹിക്കുമ്പോൾ സാധിക്കത്തില്ല, അല്ല വെള്ളം കുടിക്കണം, തണുത്ത വെള്ളം കുടിക്കണമെന്ന് ആഗ്രഹിക്കാൻ കിട്ടാത്ത സ്ഥലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ നാട്ടിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടോ? ഇല്ല. കാരണം എന്താ? എന്നാൽ കേരളത്തിലെ സ്ഥിതി മറിച്ചാണെന്നും മെച്ചപ്പെട്ട റോഡുകളും പ്രാഥമിക സൗകര്യങ്ങളും ഉൾഗ്രാമങ്ങളിൽ വരെ കാണാനാകുമെന്നും ഈ വികസനത്തിൽ വലിയൊരു പങ്ക് പ്രവാസികൾക്ക് അവകാശപ്പെട്ടതാണെന്നും ചാണ്ടി ഉമ്മൻ പറഞ്ഞു. ചടങ്ങിൽ വിശിഷ്ടാതിഥിയായി എത്തിയ ഷീലാമ്മയോടൊപ്പം വേദി പങ്കിടാൻ കഴിഞ്ഞ സന്തോഷവും ചാണ്ടി ഉമ്മൻ പങ്കിട്ടു. ഒപ്പം ഈ വേദി ഏറ്റവും പ്രിയപ്പെട്ട ഷീലാമ്മ പല സിനിമകൾ കണ്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടം മനസ്സിനക്കരയാണ്. കൗൺസിൽ ചെയർമാൻ PM എബ്രഹാം, പരിപാടി കൺവീനർ ഷിബു മാത്യു തുടങ്ങിയവർ പ്രസംഗിച്ചു. തുടർന്ന് സംഗീത പരിപാടിയും അരങ്ങേറി.